ഹലോ എവ്രി വൺ, നമുക്കിന്ന് ടൈപ്സ് ഓഫ് സെന്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസേർട്ടീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ അസേർട്ടീവ് സെന്റൻസസ് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന അല്ലെങ്കിൽ ഫാക്റ്റുകൾ, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്ന സെന്റൻസുകളെയാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അസേർട്ടീവ് സെന്റൻസസ് നമുക്ക് ഗീവ്സ് us ഇൻഫർമേഷൻ. അസേർട്ടീവ് സെന്റൻസസ് ഗീവ്സ് us ഇൻഫർമേഷൻ ഓർ സ്റ്റേറ്റ്സ് എ ഫാക്ട്. യൂഷ്വലി ഇത് ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സാധാരണ അസേർട്ടീവ് സെന്റൻസുകൾ എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. അതിനുദാഹരണങ്ങളായിട്ട് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നത് ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ് എന്നുള്ള യാഥാർത്ഥ്യം പറയുകയാണ്. ഷീ ഈസ് എ ടീച്ചർ. ഇതെല്ലാം അസേർട്ടീവ് സെന്റൻസുകൾക്ക് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളാണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ചോദ്യങ്ങളെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. ചോദ്യം ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. സാധാരണ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഫോർ എക്സാമ്പിൾ, വേർ ആർ യു ഗോയിങ് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ഷീ യോർ സിസ്റ്റർ. ഇതെല്ലാം ഇന്റർഗേറ്റീവ് സെന്റൻസസിന് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ കൈൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് അപേക്ഷിക്കുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക, ഓർഡർ ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക തുടങ്ങിയ കടമകളാണ് ഇംപെരറ്റീവ് സെന്റൻസസ് ചെയ്യുന്നത്. സോ ഇംപെരറ്റീവ് സെന്റൻസസ് യൂഷ്വലി ഗീവ്സ് ഓർഡർ, request, advice, etc. For example, open the window, please help me. ഇതെല്ലാം ഇംപെരറ്റീവ് സെന്റൻസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മുടെ അവസാനത്തെ കൈൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ സർപ്രൈസ്ഡ് ആവുക, സന്തോഷം വരിക, ഇന്റൻസ് ആയിട്ട് നമുക്ക് ദുഃഖങ്ങൾ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. സോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഷോസ് സ്ട്രോങ് ഇമോഷൻസ് such as surprise, joy, sadness, etc. And these kind of sentences usually ends with an exclamation mark. exclamation mark വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റൻസുകൾ അവസാനിക്കുക. എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എന്ത് മനോഹരമായ പൂവാണ് എന്ന് പറയുന്നത്. വാട്ട് എ ഗ്രേറ്റ് ഐഡിയ എക്സ്ക്ലമേറ്ററി സെന്റൻസസിന് എക്സാമ്പിൾ ആണ്.